വിദ്യ ഒരു 500 റുപ്യ വൈകുന്നേരം ഇന്ന് കുറിയാന്ന്. ആരാത് കണ്ണാ ജോറായിട്ടുണ്ടല്ലോ. ഏടിയാ പോകുന്ന എല്ലാരും? ഇങ്ങോട്ടെന്നാ ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാ പോലെ ഞങ്ങള് രണ്ടാളെ പണ്ടുണ്ടല്ലോ. പണ്ടത്തെ കാര്യം പറയണ്ട. ഞങ്ങളെ നാടെല്ലാം ഇഷ്ടായ ഇഷ്ടായി. ഇനിയൊരു കാര്യം ചെയ്യും, 2 കിലോ കോഴി എടുത്തു എന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. ഓക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇവിടുത്തെ ലോക്കൽ ബിരിയാണി, കൂർഗ് ബിരിയാണി. ഞാൻ അടുത്തേക്കാം. ഞാൻ ഒന്നൊന്ന് ചോറിഞ്ഞിട്ട് വരാം. അക്കടെ നല്ല ഫാമിലീസിന് പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രം ഉണ്ടോ? കുറച്ച് കാണിക്കുവാ. ഇടിണ്ട്, ഇങ്ങോട്ട് വാ. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചെടുത്തോ. നമുക്കെടുക്കാം. പുതിയ ചെക്കനും പെണ്ണും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാവും. ഓനുണ്ട് ഇവിടെ? ഓനകത്തെടിയോ ഉണ്ട്. ഒന്നേ മോപ്പിച്ചോ. ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പാർട്ടി വിചാരിച്ചാ ഒന്നല്ല ഒരു 100 പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്നു. ഇത് നോക്കിയേ ಅಕ್ಕ, ನನಗೆ ಚೂಡಿದಾರ್ ಬೇಡ. ಸೀರೆ ತುಂಬಾ ಇಷ್ಟ. ಅದು ಹಳದಿ ಬಣ್ಣದು. ഇത് നല്ല പാങ്ങുണ്ടാവും. നിങ്ങൾക്ക് ഏതിട്ടാലും നല്ല പാങ്ങുണ്ടാവുപ്പാ. ഇതന്നെ എടുത്തോ. ಅಕ್ಕ, ಈ ತರದಲ್ಲ, ಇಂತಹದ್ದು ನಾನು ಉಡುವುದಿಲ್ಲ. ಅಕ್ಕ, ಬೇರೆ ಸೀರೆ ಅಲ್ವಾ? ಯಾವ ತರದ್ದು ಬೇಕು? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ವಾ? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ? ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡ್ತಾ ಇದ್ದೆ. ಓ ದೇವರೇ, ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು. ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ. ಸರಿ, ನಿಮ್ಮ ಹೆಸರೇನು? ನನ್ನ ಹೆಸರು ವಿದ್ಯಾಧರ. ನಿಮ್ಮ ಹೆಸರೇನು? ಯಮುನಾ. കൊറേ പ്ലാനിങ് ഉണ്ട്. ಹೇಗಿದೆ ನಮ್ಮ ಊರು? ಒಳ್ಳೆಯವರು, ಖುಷಿ ಆಯ್ತು. ನೀವು ತುಂಬಾ ಅದೇನು ತೊಂದರೆ ಇಲ್ಲ. ನೀವು ಬನ್ನಿ. ಕನ್ನಡವ ತುಳುವ ಯಾವ ಭಾಷೆ ಬೇಕಾದ್ರೂ ನೀರು ವ್ಯಾಪಾರ ಅಲ್ವಾ ಕೆಲ್ಸ. കോയി ഇത് പോയിക്കോണം. അപ്പൊ ബിരിയാണി വെക്കണ്ടേ? നിന്നെ വെച്ച് തിന്നോ. ನೀವು ಪರವಾಗಿಲ್ವೇ? ತುಂಬಾ ಹುಷಾರು. ഇത് നമ്മുടെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിട്ടാ ഓർ വാങ്ങുന്നതല്ലേ. മോളെ നമുക്ക് ടൗണിൽ നിന്ന് നല്ലത് വാങ്ങിക്കാം. ഇവിടുത്തെ ഒന്നും കൊള്ളൂല. ഇത് വേണ? ഇത് എത്രയാ? അവരൊന്നും പരീക്ഷ കാണിച്ച് അടുത്തന്നെ നിന്നോളൂ. ഇതല്ല 650. വാ. വിട്. മുത്തുമണി എവിടെയാണ്? ധനേഷേട്ടാ, ഒരു 50 റുപ്യ റീചാർജ് ആക്കി തരുവോ? അതെല്ലാം ഞാൻ ചെയ്തരാ. നീ ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടില്ലത്? പച്ച ചുരിദാറും? ഞാൻ പറയൂല. എന്നാ പറ, എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ. പറയാറോ? ഇല്ല. ഞാനല്ല ചോദിക്കുന്നത്, എന്നോട് പറ. ആ, നീ എന്ന് കളിക്കുന്നത്? ഞാൻ ഒരു മൂടായി വരെയുന്നു. പറഞ്ഞേ. ഇല്ല. നീ ഒന്ന് പറ. ആന്നുവച്ചാ ആന്നുവച്ചാ ഓ, നിങ്ങള് ജിമ്മിലാന്നുള്ളത്? ഞാനായി ഫോൺ വിളിച്ചടാ. നീ ഇട്ട ഒരു കളി കളിക്കാലോ. മതി തേങ്ങ അരച്ചത്. എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഉച്ചക്ക് തിന്നോട്ടെ നിനക്ക്? എന്നാന്ന് ചക്കക്കുരു തന്നെയല്ലേ? എനക്കെങ്ങും വേണ്ട, ഗ്യാസാണ്. ചക്കക്കുരു തന്നെ ഗ്യാസല്ലേ? ನೋಡಿ ಅಮ್ಮ, ನಾನು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಎಲ್ಲಾ ಚೂಡಿದಾರು ಚಿಕ್ಕದಿದೆ. എന്തോളെ, എന്തായാലും കഴിഞ്ഞില്ലേ നിനക്ക്? ಇದು ನನಗೆ ಹಿಡಿಸುವುದಿಲ್ಲಮ್ಮ. ಹರಿದ ಬಾ ನನ್ನ ಜೊತೆ, ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗೆಯೋಣ. ಬಾ ಹರಿತ, ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗೆಯೋಣ. എന്നമ്മേ ಹಲೋ,
ഏട്ടാ കട പൂട്ടിക്കോ ഹർത്താലാന്ന് ഹർത്താലി. കണ്ണേട്ടാ ആ ഹർത്താലാ പൂട്ടിക്കോ. ഹർത്താൽ എന്തിന്? ടൗണിൽ പ്രതിമ ഒളിച്ചു നിറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആളാ എടാ പൂട്ടിക്കോ, എല്ലാം ആൾക്കാർ കൂടും. നമുക്ക് കൂടി തന്നിട്ട് ഷട്ടർ എടുപ്പാ. തരാം ഇതും കൂടെ കൊടുത്തു വിട്, എന്നാ ചോരം തരുന്ന യമുന യമുന കരുതേ യമനെ എല്ലാരുടെ പോയി അമ്മേ. ഇതാരുല്ലേ? ആ എല്ലാരും ഇവിടെ പോയി, ഒരു അനക്കമില്ലല്ലോ. അനക്കൂലെന്നാ ഇതുവരെ ഒരു ബഹളായിരുന്നല്ലോ. ഇതിന് ചുരിദാറിന് നീളം പോരാ, കളറില്ലാന്ന് പറഞ്ഞിട്ട്. ആ ചുരിദാറിന് നീളം പോരാന്നോണ്ട് അങ്ങോട്ട് പോയി. എല്ലാം കെട്ടിപ്പറിക്കിട്ട് ആ വിദ്യാധന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഞാനിട്ടല്ലേ ഇവിടെ വാടിനെ പോലെ പണിയെടുക്കാൻ. ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ തന്നെ. പിന്നെ കൊണ്ടുവന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂലല്ല. പോയാ പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് പറഞ്ഞു? നീ ಆದ್ರೂ ಒಳ್ಳೆ ಸೆಲೆಕ್ಷನ್ ಗೊತ್ತಿದೆ ನಿಮ್ಗೆ ಅಲ್ವಾ? ಒಳ್ಳೆ ಅವ್ರನ್ನು ಸಿಕ್ಕಿತ್ತಲ್ವಾ? ನಾನೇನು ಮಾಡಿಲ್ಲ ರೀ. ನನಗೆ ಚೂಡಿದಾರ್ ಇಷ್ಟ ಆಗಿಲ್ಲ, ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ. അത് ഓർക്ക് ചുരിദാർ വേണ്ട, സാരി മതി. ഈ ഹർത്താൽ ദിവസം തന്നെ ഇങ്ങോട്ട് കെട്ടിയിറങ്ങുന്ന കാര്യം എന്താ? ഏട്ടാ വിട്ടേ ചൊറയാക്കാണ്ട് ഞങ്ങൾ പോയിക്കോളാം. അത് കടക്ക്. മതി മതി മതി, വെള്ളം വേണ്ട. ഈ കന്നഡ വലിയ പ്രശ്നം തന്നെയാ. ഇതിപ്പോ എങ്ങനെ പഠിക്കുക? കന്നഡ പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. വിദ്യാധരന്റെ അടുത്ത് പോയി പഠിച്ചാ പോരെ? ഏതാ വിദ്യാധരന്റെ ബുദ്ധി കൂടുതൽ അവിടുത്തെ കഷ്ടപ്പാട്. അതിനിടയ്ക്ക് വിദ്യാധരന്റെ അടുത്ത് പോയി പഠിക്കുക. അതിലും നല്ലത് ഓളെ മലയാളം പഠിപ്പിച്ചാ പോരെ. ആര് പഠിപ്പിക്കൂ? ഞാൻ പഠിപ്പിക്കും. ഒന്ന് പുഴാന്ന് പറഞ്ഞേ പോയാ മതി. നീ ഓനെ പഠിപ്പിക്കൽ വിട്. നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടാ? നീ വലിയ ലോക്കൽ കമ്മിറ്റിയുടെ കൊണ്ടാണ്. എടാ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കണ്ടാ. എടാ പെണ്ണിട്ടാണ് കഷ്ടപ്പെട്ട് നോക്കും. മലയാളം അറിയാം, ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റുമോ? എടാ മലയാളം അറിയാത്താണല്ലോ എടുത്ത പ്രശ്നം. നിനക്ക് നോക്കോട്ടെ, ഞാൻ മാത്രം ഞാൻ എനക്ക് നോക്കിയെന്ന് ശരിയായിട്ടില്ല. നീ വെറുതെ എനക്കൊരു കാര്യം പറയാണ്ട്. മിണ്ടല്ലാടാ അടുത്ത്. ഞാൻ ഓളെ എങ്ങനെ ഒന്ന് വാച്ചെടുക്കൂന്ന് പറ. മോനെ കണ്ണോ, നേരാവണ്ണം മലയാളം അറിയുന്ന പെണ്ണിനെ എനിക്ക് വളക്കാൻ പറ്റുന്നില്ല, പിന്നെ കന്നഡ അറിയുന്ന പെണ്ണിന ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സമാധാനം ഞാൻ ഉണ്ടാക്കുന്ന എന്നത്തെ തരേശ നിനക്ക് വേണ്ട. നീ കണ്ട പെണ്ണുങ്ങളുടെ കാര്യം കൊണ്ട് പറയാൻ നിൽക്കറ. ഏതാണ് എനിക്ക് കേൾക്കണ്ട? എനിക്ക് പോടുന്നു ഒരു ಪ್ರಶ್ನೆಗಳು ಇಡೀ ಕೂಡ ಬಂದಿಟ್ಟು. ಯಮುನ ಹೇಳಿದ ವಿಷಯದ ಬಗ್ಗೆ ನಾನು ತುಂಬಾ ಯೋಚಿಸಿದೆ. ನಾನು ಆಗ ಏನು ಹೇಳಲಿ? ಹೆಣ್ಣು ಮಕ್ಕಳ ಆಲೋಚನೆಗಳು ನಾವು ತಿಳ್ಕೊಳ್ಳತ್ರ ಅಲ್ವಲ್ಲ. ಯಮುನ, ನೀವಾದ್ರೂ ನನ್ನ ದುಃಖ ಅರ್ಥ ಮಾಡಿದ್ರೆ ಅಲ್ವಾ? ನಾವು ಹೇಳಿದ ಹಾಗೆ ಆದಷ್ಟು ಬೇಗ ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು. ನನಗಾದ್ರೆ ನಿದ್ರೆನೇ ಬರೋದಿಲ್ಲ. ನಮ್ಮವರು ಬಂದ್ರು, ಆಮೇಲೆ ಕರ್ ಮಾಡ್ತೀನಿ. ഒന്ന് കുളിക്കണം. തോർത്ത് തോർത്ത്. ഓക്കെ. ആരോടായിരിക്കും ഈ കന്നഡയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ
ആരായിരുന്നു ഫോണില് ആ മാമയൊക്കെ ആയിരിക്കും. ഈ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇല്ലേ, ലോക്കൽ ഭയങ്കര പ്രോബ്ലം. കാര്യത്തെ ആൾക്കാർ ലൂസേഴ്സ് അവരുമായിട്ടൊന്നും ഈ ഫോണുമായിട്ടൊന്നും ബന്ധപ്പെടുന്നു വേണ്ട. കഴിച്ചോ? കഴിച്ചോ? കുറച്ച് വെള്ളം അപ്പൊ എനിക്ക് ഒരാവശ്യമില്ലാത്ത കേസായി സാറ്. സാറേ എന്റെ ഒരു 15 ഉറുപ്പ്യ ഉണ്ട് സാർ, അതൊന്ന് വാങ്ങിട്ടൊന്ന് ഊരിത്തരണം പ്ലീസ്. എന്റെ തരണ്ട, ആ മുമ്പിൽ വീഡിയോ കൊടുത്താൽ മതി. കേട്ടോ എന്നാ നിങ്ങൾ വിട്ടോ. അല്ല സാറേ, ആരാ ഈ മെയിൽ അയച്ചത്? നിങ്ങൾ സ്വന്തം നാട്ടുകാരൻ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാള്. എന്നാ ചെല്ലി. ആരത്? ചോദിക്കണ്ട, എനിക്ക് മനസ്സിലായി. അവളെ കിട്ടി. ಇಲ್ಲಿ ಬೆಳಿಗ್ಗೆ ಎದ್ದ ನಂತರ ಅನೇಗೆ ಕುಂಕುಮ ಮತ್ತೆ ಗಂಡೆ ಬಾರಿಸೋದಿ ನೋಡಿ ഓനാ കേസ് കൊടുത്ത് ഉറപ്പാ. ഓനല്ലാണ്ട് ഇവിടെ വേറെ ആർക്കും എന്നോട് ഇത്ര ദേഷ്യം. പിന്നെ ചെയ്യാണ്ട് മാത്രമല്ല, ഇപ്പൊ ഭയങ്കര ഫോൺ വിളിയുണ്ട്. കണ്ടാ കന്നഡത്തിൽ ഒലിപ്പിക്കുന്നത്. ആരെ? യമനക്കല്ലാണ്ട് ഇവിടെ വേറെ ആർക്കാ കന്നഡ അറിയാ? നീ പോകണ്ണ, വെറുതെ വേണ്ടാത്ത പറയാറേ. ഭാര്യമാരുടെ സംശയിക്കുന്നത് ഭയങ്കര മോശാട്ടാ. നിങ്ങൾ നോക്കോ, ഞാൻ ഇപ്പോൾ വിളിച്ച് കാണിച്ചു തരാം. കാണിക്ക്. കേട്ടോ, കണ്ട ഞാൻ പറഞ്ഞില്ലേ. എന്ത് കണ്ടാന്ന്? കണ്ണ ഓളോളെ വീട്ടിലേക്കെ വിളിക്കായിരിക്കൂ. ആയിരിക്കും അല്ലേ? അല്ല, അപ്പൊ പിന്നെ ഓനാരോടോ പറയുന്നത് എനിക്കറിയാം. കണ്ണ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണ. നിങ്ങളിത് ജോഡിയ കണ്ണ, അത് നീ മനസ്സിലാക്കണ്ടേ. ഈ ആളുകൾ മൊത്തം അസൂയടാ നിന്നെ നോക്കുന്നത്. അതറിയാം നിനക്ക്? 20,000 ಪೊಲೀಸರನ್ನ ನಿಯೋಜನೆ ಮಾಡಲಾಗಿದೆ. ತಮಿಳುನಾಡು ಗಡಿ ಭಾಗಗಳಲ್ಲಿ ಪೊಲೀಸರನ್ನ ಹೈ ಅಲರ್ಟ್ ಇರುವಂತೆ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದು, ಈ ಬಗ್ಗೆ ಕೇಂದ್ರ ವಲಯ ಐಜಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಮುನ್ನೆಚ್ಚರಿಕಾ ಕ್ರಮಗಳನ್ನು ತೆಗೆದುಕೊಳ್ಳಲಾಗಿದೆ. 2016ರಲ್ಲಿ ನಡೆದ ಘಟನೆ ಮತ್ತೆ ನಗರದಲ್ಲಿ ಆಗದಂತೆ ಅಧಿಕಾರಿ ಹಾಗೂ ಸಿಬ್ಬಂದಿಗೆ ಸೂಚನೆ ನೀಡಿದ್ದಾರೆ. ತಮಿಳುನಾಡು ಬಸ್ ಕೂಡ ನಿಲ್ದಾಣದಲ್ಲಿ ಯಾಕೆ ಈ ತರ ನೋಡ್ತಾ ಇದ್ದೀರಾ? ಇದಕ್ಕಿಂತ ಮೊದಲ ನೋಡೇ ಇಲ್ವಾ? നീ എന്തായി പറയുന്നത്? എനിക്കൊന്നും തിരിയുന്നില്ല. ആരെങ്കിലും കണ്ടാ പറയോ മിണ്ടാൻ പറ്റാത്ത കുട്ടിയാന്ന്? എനിക്ക് തന്നെ എത്ര ഇഷ്ടാന്ന് അറിയോ? ಹಾಗೆ ಹೇಳಿದ್ರೇನು? എന്താ പറയാ, ബാ അടുത്തേക്ക് ബാ. നിനക്കാരാ യമുനാന്ന് പേരിട്ടെ? ഇവിടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, പഴയ പാട്ട്. നദികളിൽ സുന്ദരി യമുന. കേട്ടണേ പാട്ട്? ഞായിരുന്നു കേട്ടെ.